ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കൊച്ചി സന്ദർശിക്കുകയാണ്. അദ്ദേഹം കൊച്ചിയിലേക്ക് വരുന്നത് മറ്റൊന്നിനുമല്ല, വെറും പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിയാണ്. പക്ഷേ ആ രാഷ്ട്രീയ പരിപാടി ഔദ്യോഗിക പരിപാടിയാക്കാനായിട്ട് ഒരു പരിപാടി അങ്ങ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് 3-4 കാര്യങ്ങൾ ഉദ്ഘാടനങ്ങൾ നടത്തി. എല്ലാം ഉദ്ഘാടനമാണല്ലോ ഇപ്പോൾ. തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുക്കുമ്പോൾ ഈ ഭരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഭരണത്തിലേക്ക് കയറാനുള്ളവർക്കൊക്കെ, അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ അങ്ങ് ഉദ്ഘാടനങ്ങളാണ് എവിടെ നോക്കിയാലും. ഒരു തുരങ്കപ്പാത നിർമ്മിക്കാൻ, അതായത് വയനാട്ടിൽ അത് നിർമ്മിക്കാനായിട്ടുള്ളത്, അപ്പോൾ അതായത് ആ ചുരം അവിടെ തുരങ്കപ്പാത നിർമ്മിക്കാനായിട്ട് ആദ്യം ഒരു ഉദ്ഘാടനം നാട മുറിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാറ പൊട്ടിക്കുന്ന വേറൊരു ഉദ്ഘാടനം നടത്തി. 2 എണ്ണം കഴിഞ്ഞു. ഇനി 3 പാറ പൊട്ടിക്കുന്ന ഉദ്ഘാടനം അതുവരെ നടത്തി കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കലാപരിപാടികൾ. ഇവിടെ ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ, അതായത് ഒരു പരിപാടി 2 റീച്ച് തീർന്നത്, അതിൻ്റെ ഉദ്ഘാടനം. അതിവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനൊരു അടുത്തടുത്ത് 2 സ്റ്റേജുകളുണ്ട്. ഒന്ന് രാഷ്ട്രീയം, അതായത് BJPയുടെ പ്രകടന പത്രിക റിലീസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള. അതിനായി വരുന്ന വേറൊന്നിനുമല്ല. എന്നിട്ട് റോഡ് ഷോയൊക്കെ നടത്തി കയ്യൊക്കെ വീശി കാണിച്ച് ഇവിടെ മുഴുവൻ ആളുകളെയും പട്ടിണിയിലാക്കി വെക്കുകയാണ്. അവരുടെ അടുക്കള പൂട്ടിപ്പോവും. കാരണം ഇറാൻ യുദ്ധം കാരണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ക്ഷാമം, ഷോർട്ടേജ്. അത് എല്ലാ വീടുകളിലും LPG ഇല്ലാതാവും, വലിയ താമസം വേണ്ട. അതേപോലെ തന്നെ ഗൾഫ് നാടുകൾ മുഴുവൻ തകരും, പ്രവാസികൾ അത്രത്തോളം അനുഭവിക്കും. അതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പിന്നെ ഹോട്ടലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല, കാരണം വാണിജ്യ സിലിണ്ടറുകളൊന്നും ഇനി കൊടുക്കുന്നില്ല, നിറച്ച് കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഈ വരുന്നത്. ഇവിടെ വരുന്നത് വോട്ട് പിടിക്കാൻ. കൊടുക്കണം, എല്ലാവരും കൊടുക്കണം, ഇഷ്ടംമാതിരി വോട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് എന്തെന്നറിയോ? വളരെ മോശമായ ഒരു കാര്യം ചെയ്തു. അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിഷേധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് അതിലെ 2 പ്രോഗ്രാമിനായിട്ട് ഈ അവസാന നിമിഷം MP രാജേഷിനെയും അതുപോലെ തന്നെ ശ്രീ K കൃഷ്ണൻകുട്ടിയും വിളിച്ചു. അവർ പോകുന്നില്ല, ആ പ്രോഗ്രാമിന് പോകുന്നില്ല. കാരണം ലാസ്റ്റ് അസംബദ്ധ നാടകത്തിന് അവരില്ലെന്നാണ് അവർ പറഞ്ഞത്. അത് ശരിയാണ്. മന്ത്രിമാരെല്ലാം അതിനകത്ത് വളരെ ക്ഷുഭിതരാണ്. അത് മാത്രമല്ല, അതിന് സംഭവിച്ചേക്കുന്നത്, ഈ റോഡെന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും കൂടെ ചുമതലയിലാണ് അതിൻ്റെ പണി നടന്നത്. കാരണം കേരള ഗവൺമെൻറ് ചിലവാക്കിയേക്കുന്നത്, സർക്കാർ നമ്മൾ എല്ലാം ചിലവാക്കിയേക്കുന്നത് 5880 കോടി രൂപയാണ്. മറ്റ് സ്റ്റേറ്റിലൊന്നും ഇതിന് ചിലവൊന്നുമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചെയ്തോളും. പക്ഷേ കേരളത്തിലെ ദേശീയപാതാ വികസനത്തിന് കേരളം മുടക്കേണ്ടി വന്നത്, കാരണം ഇവിടെ ലാൻഡ് അക്വയർ ചെയ്യണം, വളരെ ബുദ്ധിമുട്ടാണ്. അതിന് 5880 കോടി രൂപയാണ് മുടക്കിയത്. ഇത്രയും മുടക്കിയാൽ അതൊരു പാർട്ട്ണറാണ് യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാമിന്. അതിനുശേഷം എന്താണെന്നറിയോ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അതിൽ കയറ്റത്തില്ല, വിളിച്ചില്ല. അതിനകത്ത് ക്ഷണമില്ല. പൊതുമരാമത്ത് മന്ത്രി അതാരും ആയിക്കോട്ടെ, റിയാസ് ആണല്ലോ. അപ്പം റിയാസ് ആയതാണ് പ്രശ്നം. ഒന്നാമത് റിയാസ് എന്ന് പറയുന്ന ആളൊരു മുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരാളെ ഈ പ്രധാനമന്ത്രി വരുന്ന ആ സ്റ്റേജിനകത്ത് കയറ്റി ഇരുത്താൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിനകത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ചുവന്ന പരവാതാനിയിട്ട് അയാളെ അവിടെ കയറ്റുന്നുണ്ട്. അയാൾക്ക് എന്തോ ഇതിനകത്ത് കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ച പോലേ ഉള്ളൂ. ഇയാൾ ആരാണ് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തീരുമാനിക്കാൻ? അങ്ങനെയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ വിളിക്കണ്ടേ? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ട് വിളിക്കുന്നില്ല? CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ട് വിളിക്കുന്നില്ല? കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് എന്തുകൊണ്ട് ക്ഷണിക്കുന്നില്ല? ബാക്കി അതുപോലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സംസ്ഥാന നേതൃത്വത്തിനെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഇയാൾ BJPയുടെ ആയിപ്പോയതുകൊണ്ട് അവിടെ ഇയാൾക്ക് അതിനകത്ത് കാര്യമുണ്ട്. അയാൾക്ക് എന്തോ കാര്യം? ശുദ്ധ തോന്നിയാസല്ലേ കാണിക്കുന്നത്. ആ പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കേട്ട ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. BJPയുടെ ഒരു നേതാവെന്ന് പറയുന്നത്, ഞാൻ അയാളെ നേരത്തെ ഇത്തിരി വിവരമുള്ളവനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു സുരേഷ് എന്ന് പറയുന്ന വർത്തമാനം ഞാൻ കേട്ടു നിന്ന്. മുഖ്യമന്ത്രിയുടെ വരുമാനം വിളിക്കണമെങ്കിൽ അമ്മായി വെപ്പനോട് പോയി പറയാൻ പരാതി വിളിക്കുന്നില്ലെന്ന്.
അയാളുടെ അമ്മാവിയപ്പൻ്റെ അടുത്ത് പറയട്ടെന്ന്. ഇത് അമ്മാവിയപ്പനും മരുമോനുമല്ല, റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അയാൾ ഒരാളുടെ മരുമോനായി പോയതൊന്നും പ്രശ്നമൊന്നുമില്ല. അയാൾ ചീഫ് മിനിസ്റ്ററുടെ മരുമോനായി പോയത് അതിന് നിങ്ങൾക്ക് എന്താ കാര്യം, ഇവർക്ക് എന്താ കാര്യം അതിനകത്ത്? അയാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മന്ത്രി അല്ലായിരുന്നെങ്കിൽ അയാളെ വിളിക്കാൻ ആരെങ്കിലും പറയുമോ? ഒന്നുമില്ല. പക്ഷേ ഈ ഇത്രയും കോൺട്രിബ്യൂഷൻ 5880 കോടി രൂപ കേരള സർക്കാർ മുടക്കിയ ഈ പ്രോജക്റ്റിനകത്ത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇനാഗുറേഷന് പൊതുമരാമത്ത് മന്ത്രി വിളിക്കുക, ചീഫ് മിനിസ്റ്റർ വിളിക്കുക എന്ന് പറഞ്ഞാൽ കേവലം മര്യാദ മാത്രമാണ്. അയാൾ ചീഫ് മിനിസ്റ്ററുടെ മകളെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് അയാൾ മന്ത്രിയല്ലാതാവൂ? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം വിളിക്കാൻ ഒക്കത്തില്ല, വീട്ടിലുള്ളവരെ എല്ലാം വിളിക്കണമെന്ന് ഇവിടെ ചോദിക്കുക. എന്ത് വിവരമാണ് ഇവൻ്റെയൊക്കെ തലയിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? രാഷ്ട്രീയമായിട്ട് നമുക്കൊക്കെ വിരോധമൊക്കെ കാണും, എതിർപ്പും കാണും. പക്ഷേ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ അത് പ്രതിഫലിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ചടങ്ങൊക്കെ ബഹിഷ്കരിക്കുകയാണ്. കാരണം ഇത് BJPയുടെ എലക്ഷൻ പ്രൊപ്പഗൻഡയായിട്ടങ്ങ് മാറ്റി. ഇത് ശുദ്ധ തോന്നിവാസമാണ് കാണിക്കുന്നത് ഇത്രയും. കാരണം ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇങ്ങനല്ലാതെ വേറെ പ്രതികരിക്കാൻ ഒക്കെ അവർ ബഹിഷ്കരിക്കണം. ചുമ്മാ ആണെന്നോ മമത പോയിരുന്നത് അവിടെ അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ രീതിയിലാണ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാലേ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ KPCC പ്രസിഡന്റ്, അതുപോലെ സഖാവ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ, അതുപോലെ CPI ബിനോയ് വിശ്വം, ഇവരെയൊക്കെ വിളിക്കേണ്ടതല്ലേ? ഇവരെയൊക്കെ കഴിഞ്ഞ് ഇയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അവിടെ? ഇപ്പം ഇത് പ്രകടന പത്രിക ഇറക്കി വെച്ചാൽ അതെല്ലാം നടക്കും. നമുക്ക് ബാക്കി ഞാനൊന്നും പറയുന്നില്ല. എന്നാലും എനിക്ക് വലിയ ധാർമ്മിക രോഷമുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഇതേപോലെ ആക്ഷേപിച്ചതിൽ ധാർമ്മിക രോഷമുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് വളരെ തോന്നിവാസം കാണിച്ചേക്കുന്നത്. എന്നിട്ട് പറയുക അയാളുടെ അമ്മാവിപ്പൻ്റെ അടുത്ത് പോയി പറയട്ടെന്ന് പരാതി. ഈ വർത്തമാനമാണോ പറയേണ്ടത്? അമ്മാവിപ്പനും മരുമോനും കളിയൊന്നുമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ അയാളൊരു മന്ത്രിയാണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മിനിസ്റ്ററാണ്. അപ്പോൾ അയാളെ വിളിക്കാതിരുന്നത് വളരെ ശുദ്ധ വിവരക്കേടും മര്യാദകേടുമാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് അതിന് പറയുന്നത് ന്യായമാണ്. മുഖ്യമന്ത്രിയുടെ മരുമോന അയാൾ അമ്മാവിയപ്പൻ്റെ പോയി പരാതി പറയട്ടെന്ന്, വിളിക്കാത്തതിന്. ഇതെന്ന് പറയുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. ഇവരൊക്കെ നാണമില്ലേ, ഒട്ടും ഉടുപ്പില്ലേ ഇതൊക്കെ വിളിച്ചു പറയാൻ? വിവരക്കേട്. അപ്പോൾ അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അവസാന നിമിഷമാണ് രാജേഷിനെയും അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടിയെയും വിളിച്ചേക്കുന്നത്. അവർ പങ്കെടുക്കുന്നില്ല. കാരണം അത് ഇതുപോലെ ഈ രീതിയിലാണോ ചെയ്യേണ്ടത്? ഇതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് അങ്ങ് മാറ്റിയപ്പോൾ അതിനിടയിൽ അംഗവും കാണാം താളിയും ഓടിക്കാം എന്ന് നമ്മളൊരു ചൊല്ലില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം, രാഷ്ട്രീയ പരിപാടിക്ക് മാത്രമായിട്ട് പ്രധാനമന്ത്രി വരികയാണ്. വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഉദ്ഘാടനവും, ഇനി എന്നിട്ട് കുറേ അങ്ങ് പറയും. ഒരുപാട് പ്രോമിസ് പണ്ട് കൊടുത്തായിരുന്നല്ലോ. ഇവിടെ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വന്നു. പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല. ഒരു ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. അതാണ് സംഭവിച്ചേക്കുന്നത്. അതുപോലെയാണ് ഇവിടെ. ഒരു ജ്യോതിയും വരത്തില്ല, ഒരു തീയും വരത്തില്ല. ഇവിടെ കുറേ ഇന്ന് ഓരോരം ചെളിഞ്ഞ് പ്രസംഗിച്ചിട്ട് പോവും. അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ തോന്നിവാസം കാണിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. വളരെ മര്യാദകേടായിപ്പോയി ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് ഈ പ്രോഗ്രാം ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഇതിൻ്റെ സംഘാടകരെന്ന് പറയുന്നത് BJP ആണല്ലോ. അവർക്കറിയാമല്ലോ. കാരണം അവരുടെ കാര്യത്തിന് വേണ്ടി വരുന്നതാണ് പ്രധാനമന്ത്രി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനില്ല പറഞ്ഞ പോലെ അംഗവും കാണാൻ താടി ഓടിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ഇതും കൂടെ അനൗൺസ് അങ്ങ് ചെയ്തേക്കും. പിന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ അങ്ങ് ഇലക്ഷൻ എടുക്കുമ്പം അങ്ങ് അനൗൺസ്മെൻ്റാണ്. അത് കൊടുക്കാം, ഇത് കൊടുക്കാമെന്നൊക്കെ. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഇവിടെ പണം വേണ്ടേ കൊടുക്കാൻ? ചുമ്മാ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ട്രഷറി വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രഷറി ഉള്ള സ്ഥലത്താണ് അത് കൊടുക്കാം, ഇത് കൊടുക്കാം, ഇന്നത് മറ്റേത് വാരി കൊടുക്കാം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. ആ പറയുന്നതിലൊന്നും ആരും വിശ്വസിക്കേണ്ട. ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയും, ചുമ്മാ വെറും വാഗ്ദാനം മാത്രം, കിട്ടാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ.